വരരുചിയും ഭാര്യയും അനേക ദേശങ്ങളിലൂടെ നടന്ന് മലയാളക്കരയിലും എത്തി കേട്ടോ. വിവിധ പ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഭാര്യ ഗർഭിണിയായി. എന്നിട്ടും വരരുചി യാത്ര അവസാനിപ്പിച്ചില്ല. ഗർഭം പൂർണ്ണാവസ്ഥയിലെത്തിയിട്ടും വരരുചി യാത്ര തുടർന്നു. മറുത്തൊന്നും പറയാതെ ഉത്തമ ഭാര്യയായി അവൾ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നു. അവസാനം പ്രസവ സമയം അടുത്തു. വരരുചി കൽപ്പിച്ചു, ആ കാട്ടിൽ പോയി പ്രസവിച്ചോളൂ. അവൾ മറുത്തൊന്നും പറയാതെ കാട്ടിനുള്ളിലേക്ക് കയറി. ആരും തുണയില്ലാതെ അവളൊരു കുഞ്ഞിന് ജന്മം നൽകി. പ്രസവം കഴിഞ്ഞപ്പോൾ വരരുചി ചോദിച്ചു, കുഞ്ഞിന് വായുണ്ടോ? ഉണ്ട്, സന്തോഷത്തോടെ അവൾ മറുപടി പറഞ്ഞു. എങ്കിൽ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചോളൂ. വാ കീറിയ ദൈവം അതിനിരയും നൽകും. ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടായിട്ടും അക്ഷരം പ്രതി അവൾ ഭർത്താവിൻ്റെ ആജ്ഞ നിറവേറ്റി. അവർ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ പല ദേശങ്ങൾ ചുറ്റുന്നതിനിടയിൽ അവൾ 11 തവണ ഗർഭം ധരിച്ചു. 11 കുഞ്ഞുങ്ങളെയും വായുണ്ടെന്ന ഒറ്റ കാരണത്താൽ വരരുചി ഉപേക്ഷിക്കാൻ പറഞ്ഞു. അവൾ അനുസരിച്ചു. അവസാനം 12ാമതും ഗർഭിണിയായി. ഇത്തവണ അവൾ കരുതിക്കൂട്ടി തന്നെ ഇരുന്നു കേട്ടോ. പ്രസവ സമയമെടുത്തപ്പോൾ ഈ കുഞ്ഞിനെയെങ്കിലും തനിക്ക് വേണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഇനി വായുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ അവൾ തീരുമാനിച്ചു. പ്രസവം കഴിഞ്ഞു. വരരുചി ചോദിച്ചു, കുഞ്ഞിന് വായുണ്ടോ? ഇല്ല. അവൾ കരുതി വെച്ചിരുന്ന മറുപടി തന്നെ പറഞ്ഞു. ശരി, എങ്കിൽ കുഞ്ഞിനെ എടുത്തോളൂ. അവൾ സന്തോഷത്തോടെ കുഞ്ഞുമായി ഭർത്താവിനെ അനുഗമിച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയ അമ്മ ഞെട്ടിപ്പോയി. കുഞ്ഞിന് വായില്ല. അതെ, പതിവ്രതയായ ആ സ്ത്രീ ഒരു കള്ളം പറഞ്ഞതാണെങ്കിലും അവളുടെ വാക്കുകൾ സത്യമായി ഭവിച്ചു. കുഞ്ഞിന് വായില്ലാതായി. ഇടയ്ക്ക് ഒരു കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ വരരുചി ആ കുഞ്ഞിനെ കുന്നിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ചു. ഈ കുഞ്ഞ് വായില്ലാ കുന്നിലപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നു.